ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ യാദൃച്ഛികമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചൊരു അമ്പലമാണ് കൊറ്റംകുളങ്ങര ശ്രീദേവി ക്ഷേത്രം. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് അവിടുത്തെ ക്ഷേത്രക്കുളമാണ് കേട്ടോ. പോകുന്ന വഴിക്ക് മെയിൻ അമ്പലക്കുളമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരാവശ്യമായിട്ട് അതുവഴി കടന്നു പോയതാണ്. പക്ഷേ സപ്താഹം നടക്കുന്ന വായന കേട്ടും കൊണ്ട് ഞാൻ കാറ് തിരിച്ച് ഇതെവിടെയാണെന്ന് തിരക്കി അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മതി ഈ അമ്പലത്തിലോട്ട് കയറാവുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ മീഡിയാസിലെല്ലാം വലിയ വാർത്തയായിട്ട് വരുന്നതാണ്. ഒരുപാട് പുരുഷന്മാർ വന്ന് ഇവിടെ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കാറുണ്ട്. ഓരോരുത്തരെയും ഓരോ സങ്കല്പം, നേർച്ച അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ദേവിക്ക് എന്താ പറയുക, ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് എന്താ പറയുക, മേൽക്കൂരയില്ല കേട്ടോ. അതായത് വനദുർഗാ ഭാവത്തിലുള്ള ദേവിമാർക്കാണ് സാധാരണയായിട്ട് മേൽക്കൂര ഇല്ലാത്തത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഭാവം. ദേവി ഇങ്ങനെ തറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ നവാഹം സപ്താഹം നടക്കുന്നുണ്ടെന്ന്. കുറച്ച് നേരം എനിക്ക് ആ സപ്താഹത്തിൽ ഞാൻ പങ്കെടുത്തു. എല്ലാവർക്കുള്ള അർച്ചനയ്ക്കെല്ലാം കൊടുത്തു, തൊഴുതു. നവരാത്രി കാലമായതുകൊണ്ടിട്ട് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അവിടെ ആ ഒരു ക്ഷേത്രത്തിൽ പോകാനായിട്ട് പോയതൊന്നുമല്ല. എനിക്ക് അതുവഴി വേറൊരു ആവശ്യത്തിന് പോകേണ്ടി വന്ന സമയത്ത് എനിക്ക് കയറാനുള്ളൊരു ഭാഗ്യം. എന്നാലും നവരാത്രി സമയത്ത് എനിക്ക് അവിടെ ചെന്ന് തൊഴാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ഞാനും കുറച്ച് നേരമൊക്കെ ഇരുന്ന്, എനിക്ക് അധിക സമയം അവിടെ ചിലവഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല. എങ്കിലും ഞാൻ ചെറിയ ഒരു സമയത്തിനുള്ളിലാണെങ്കിലും കുറച്ച് നാമമൊക്കെ ജപിച്ചു, പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പോരാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സർവം കൃഷ്ണാർപ്പണ വസ്തു.